ഹായ്, എന്തുണ്ട്, സുഖമല്ലേ? അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 പാർട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. അതെല്ലാവരും മനസ്സിലാക്കണം. ഇനി മുന്നേ ഒരു വീഡിയോ ഉണ്ട്, അത് കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. ഇത്രയും നേരം സൂര്യൻ ഉണ്ടല്ലോ, ഒരുമാതിരി ഒലക്കാലെ സൂര്യൻ കത്തിപ്പിടിച്ച് നമ്മുടെ നേരെ മുമ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ താത്തിയാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ 5-ാം നമ്പറിലേക്ക് കയറുന്നു കേട്ടോ. 5-ാം നമ്പർ റൂട്ടിലേക്ക് കയറുക. വണ്ടീൻ്റെ കളി 5-ാം നമ്പറിൽ എല്ലാവരും പറപ്പിയിരുന്ന ആൾക്കാരാണ് കേട്ടോ. ഇത്രയും നേരം നമ്മൾ വന്ന റൂട്ടിൽ നിന്നല്ല എല്ലാവരും 84, 82 ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പറപ്പിക്കലാട്ടോ. ഇത് ഇവിടുത്തെ ഒരു പമ്പ് ഉണ്ടാ, പാർക്കിംഗ് ഒക്കെ ഉണ്ടോ? ഏതാ പാർക്കിംഗ് ഉണ്ടോ? വീട്ടിലാ പാർക്കിംഗ്. ക്യാമറ ഇരിക്കുന്നുണ്ടോ? അത് 85-ന്റെ മേലെ പണ്ടാറം അടിയും കേട്ടോ. ജർമ്മനി അങ്ങനെ ഒരു കുടമുണ്ട്. അപ്പുറം പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ പാർക്കിംഗ് ഉണ്ട്, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ പാർക്കിംഗ് ഉണ്ടാകും കേട്ടോ. അതാണ് വലിയ പാർക്കിംഗ് ആണ്. പമ്പ് പാർക്കിംഗ്. പമ്പിൽ പോയി ബാത്റൂമിലെല്ലാം പോകണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ. €1 പോവും. കുളിക്കണമെങ്കിൽ €3 ഒക്കെ ആവും. അപ്പുറമൊക്കെ ബ്ലോക്കാണ്. ജർമ്മനീൻ്റെ ഗുണം ഇതാ, ബ്ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരേ ബ്ലോക്ക് ആയിരിക്കും. അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നൈസായിട്ട് അങ്ങ് പൊക്കോളും. വേണ്ട, അപ്പുറ സൈഡ് ഫുള്ള് ബ്ലോക്ക് കിടക്കും കേട്ടോ. ഈ റോഡൊക്കെ സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത റോഡാണ് കേട്ടോ. വേണ്ട, വെട്ടിയിട്ടിരിക്കുന്നുണ്ട. സ്പീഡ് ലിമിറ്റ് ഇല്ല. ഓട്ടോബാൻ എന്നൊക്കെ പറഞ്ഞ റോഡില്ലേ, എൻ്റെ അറിവ് പ്രകാരമാണെങ്കിൽ 1 മുതൽ 9-ാം നമ്പർ വരെ സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത റോഡാണ് കേട്ടോ. ചില സ്ഥലങ്ങൾ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. WC ഉണ്ടോ? WC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാത്റൂം ഉണ്ടാവും. ഓവർടേക്ക് ആട്ടോ. 5-ാം നമ്പറിലെല്ലാം എല്ലാവരും കീറി മുറിക്കല. ഇതൊരു പാർക്കിംഗ് ആണ് കേട്ടോ. പാർക്കിംഗ് സ്ഥലമാണ്. വാളടിച്ചിട്ടിരിക്കുന്നുണ്ട്, പെയിൻ്റൊക്കെ ചെയ്ത്. അപ്പുറത്തുണ്ട്. ഈ റോഡിൻ്റെ എല്ലാം വൃത്തി കണ്ട, ഒരു കച്ചറ കാര്യങ്ങളൊന്നും ഇല്ലാത്ത റോഡാണ് കേട്ടോ. ഇവിടെ ഉള്ളവർ അത്ര അടിപൊളിയായിട്ട് നോക്കുന്നതാണ് റോഡിൻ്റെ വെളിയിലായിക്കോട്ട് ഒരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും കാണാനുണ്ടാവില്ല. എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ്റെ ആൾക്കാരാട്ടോ. അതായത് വേസ്റ്റ് ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ പാർക്കിങ്ങിലും. അപ്പോൾ അതിന് എല്ലാവരും അതിനകത്ത് സാധനങ്ങൾ കൊണ്ടിടുള്ളൂ. വെറുതെ നമ്മളെപ്പോലെ നമ്മുടെ നാടിനെ ഒരിക്കലും കുറ്റം പറയുന്നതല്ല. നമ്മുടെ നാടും ഇങ്ങനെ ആവണം, 4 ആൾ നമ്മളെ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ വരട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ. ഒരാളും വലിച്ചെറിയോ ഒന്നുമില്ല, നേരെ കൊണ്ടുപോയി വേസ്റ്റ് ബക്കറ്റിലിടുക. അതിപ്പോൾ നമ്മളും ഫോളോ ചെയ്യുന്നു കേട്ടോ. 4 ആൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളും അതേപോലെ ചെയ്തു തുടങ്ങും ഓരോരുത്തരും. റോഡിൻ്റെ വൃത്തിയുണ്ട്, അതേപോലെ റോഡിൻ്റെ ക്വാളിറ്റി അത്ര അടിപൊളിയാട്ടോ. മോശം റോഡൊന്നുമല്ല, അടിപൊളി റോഡാണ്. ഇവിടുത്തെ നമ്മളെ ഓട്ടോയ്ക്ക് അടിക്കാൻ വരുന്നുണ്ട്. ഇതൊരു കാറ്റാടി പോലത്തെ ഒരു മരമാണ് കേട്ടോ. എന്താന്ന് ഇത് പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പാറും. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഇതിനുള്ളിലെല്ലാം വന്ന് വീഴും. അതൊരു വള്ളിയാണ്. അപ്പൂപ്പന്താടി പോലത്തെ മുട്ടിച്ചാ വരുന്നത്. നല്ല ചവിട്ടാ. നമ്മൾ 85-ലെ പോകുന്നത്, അവൻ 90 അല്ലെങ്കിൽ അത്രയും പേരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ടാങ്ക് വണ്ടിയൊക്കെ ഇത് ബൾക്കറാട്ടോ. ഇതിൻ്റെ സ്പീഡ് ഉണ്ടാകും ചിലപ്പോൾ. ഞാൻ ബൾക്കറിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ടാങ്കറിൻ്റെ കാര്യം പറഞ്ഞു. ടാങ്കർ വണ്ടിയൊക്കെ ഏകദേശം 82, 3, 84 ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്പീഡ് ലിമിറ്റ്. നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അവൻ കയറി വരും കേട്ടോ. എല്ലാവരും ഈ റോട്ടിൽ നല്ല ചവിട്ടാണ്. നമ്മളിപ്പോൾ അടുത്ത റോട്ടിലേക്ക് കയറുക കേട്ടോ.
5-ാം നമ്പറിൽ നിന്ന് എക്സിറ്റ് ആയി. ഓ അപ്പുറമെല്ലാം ഫുള്ള് ബ്ലോക്കാട്ടോ, ഫുൾ ബ്ലോക്കാണ്. ലെഫ്റ്റ് സൈഡ് അവിടെ വണ്ടി ആക്സിഡൻറ്റ് എന്തോ ആയിട്ടുണ്ട്, അതാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടുത്തെ അങ്ങനെ വണ്ടി ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അങ്ങനെ കാണിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റൂല. കാരണം അത് കാണിച്ചിട്ടുണ്ട്, അത് നമുക്കത് പ്രശ്നമാണ്, കാണിക്കാനുള്ള ഇതില്ല. ഇത് 8-ാം നമ്പർ റോഡാണ് കേട്ടോ. 8-ാം നമ്പർ റോഡിലേക്ക് ഇപ്പോൾ നമ്മൾ വന്ന് കയറിയത്. കണ്ടോ അപ്പുറ സൈഡ് കണ്ടോ ഫുള്ള് ബ്ലോക്ക്, സ്റ്റക്കായി നിൽക്കും കേട്ടോ. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ സ്പീഡ് ലിമിറ്റൊക്കെ. ഇവിടെയും ബ്ലോക്ക് ഉഷാറാക്കിയില്ല, നമ്മളും പെട്ടു കേട്ടോ. അടിപൊളി. ഇതെല്ലാം ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നു. ബ്ലോക്കാന്ന് കേട്ടോ, ബ്ലോക്ക് അടിച്ചിട്ടില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ കോണം നമ്മൾ ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ മനസ്സിലാക്കുക ബ്ലോക്കൊക്കെ വരുമ്പോൾ. മേലെ ഫുള്ള് ബ്ലോക്കാണ്, അപ്പുറമൊക്കെ വണ്ടി കെട്ടി നിൽക്കുന്നുണ്ട്. ഇവിടെയും ബ്ലോക്ക് തുടങ്ങി. ഗൂഗിൾ മാപ്പിൽ ബ്ലോക്ക് കാണിക്കുന്നില്ല കേട്ടോ, അപ്പോൾ പിന്നെ വലിയ ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പുറമെല്ലാം കാടാട്ടോ, കാട് അതിലൊക്കെ ഒത്തിരി വന്നിട്ടുള്ളതാണ്. ഇതിനാണ് നമ്മൾ ഗൂഗിൾ മാപ്പിന് വെക്കുന്നത് കേട്ടോ. ചില സമയങ്ങൾ നമ്മൾ ടോമും കറക്റ്റ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാണിക്കും കേട്ടോ, പക്ഷെ നമ്മളെ ഫ്ലീറ്റ് ആൻഡ് കാണിക്കൂല. ഗൂഗിൾ മാപ്പ് നമുക്ക് എപ്പോഴും കാണിച്ചു തരും, റെഡ് ഇല്ലെങ്കിൽ യെല്ലോ കളർ കാണിച്ചു തരും. അതിന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടും ഗൂഗിൾ മാപ്പ് വെക്കുന്നത് കേട്ടോ. ഇപ്പം എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചേട്ടാ 3 മാപ്പൊക്കെ വെച്ച് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇതാണ് കാര്യം കേട്ടോ. ഒരു കറക്റ്റ് റൂട്ടിൽ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, പക്ഷെ അതായത് നമ്മൾ മറികടന്ന് നമ്മൾ വയലേഷൻ വരുത്തിയാൽ നമുക്ക് ഫൈൻ കിട്ടും കേട്ടോ, അല്ലെ ഫൈൻ കിട്ടൂല. ഞാൻ പറഞ്ഞല്ലോ ഇത് 8-ാം നമ്പർ റോഡാണ്. അപ്പം നമുക്ക് സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ചില സ്ഥലത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഉണ്ടോ LED-യിൽ. അതിൽ കൂടുതൽ നമ്മൾ ഇവിടുന്ന് 120 കിലോമീറ്റർ സ്പീഡിൽ കാറ് പോയിട്ടുള്ള ഫൈൻ കിട്ടും. ട്രക്ക് 55 തന്നെ എല്ലായിടത്തും. പിന്നെ അതേപോലെ ചില സ്ഥലങ്ങളിൽ ക്യാമറയും വെക്കും. നല്ലൊരു കട്ട ബ്ലോക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. 15 മിനിറ്റ് കാണിക്കുന്നുണ്ട് ഇതിൽ ഗൂഗിൾ മാപ്പിൽ, പക്ഷേ 15 മിനിറ്റ് ഒന്നും അല്ല കേട്ടോ, നല്ല ബ്ലോക്കായിരിക്കും. അപ്പുറ സൈഡ് റോഡ് ഫ്രീയാ, നമ്മുടെ സൈഡ് നല്ല ബ്ലോക്കിലേക്ക് കയറുക. ജർമ്മനി ബ്ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കണക്കായി കേട്ടോ, കഴിഞ്ഞ് കത്തിക്കല്. നല്ല ബ്ലോക്ക്, പാർക്കിംഗ് ബ്രേക്കാ. റോഡ് പണീൻ്റെ ബ്ലോക്കാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂറോളമായി ഇവിടെ കിടക്കുന്നത്. ഇനി അതിനകത്ത് കാണിക്കുന്നത് 7 മിനിറ്റ് 6 മിനിറ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ബ്ലോക്ക് റോഡ് പണിയാണ്. ഇവിടെ എത്തിയത്തെ റോഡ് ചെറുതായി, ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജർമ്മനിയിലാണ് ഇത് പൊതുവേ കേട്ടോ. ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് LED-യിൽ 60 കിലോമീറ്റർ സ്പീഡ് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം മാറി 80 എന്താണെന്നോ എനിക്ക് മനസ്സിലായിട്ടില്ല. നല്ല ബ്ലോക്ക് ഉണ്ടോ, സൈഡെല്ലാം കണ്ട് ഫുള്ള് ബ്ലോക്കാണ്. ഇത് ഈ നടുക്ക് കൂടെ കണ്ടോ ഒരു യെല്ലോ ലൈൻ. ഈ യെല്ലോ ലൈനിൽ നമ്മൾ ഓവർടേക്ക് പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഓവർടേക്ക് കാറും ട്രക്കും ഒന്നും ചെയ്യാൻ പാടില്ല, അത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. താഴെ കണ്ടോ, അതായത് ഇത് കയറ്റം കുറച്ചിട്ട് താഴെ കൂടെ റോഡാക്കുന്ന കേട്ടോ. കുറേ കാലമായി തുടങ്ങിയിട്ട് ഈ പരിപാടി. ഈ യെല്ലോ ലൈനിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും അപ്പുറം ഇപ്പുറം ഒന്നും പോകാനൊന്നും പറ്റൂല കേട്ടോ. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അതാണ് മെയിനായിട്ട്. അതിൽ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. ചില ഇറക്കങ്ങളിലൊക്കെ യെല്ലോ ലൈനിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, കാരണം കണ്ടു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുക തന്നെ. ആട്ടെല്ലാം നല്ല പണിയാണ്, റോഡിൻ്റെ പണിയാണ്. പണി കഴിഞ്ഞാൽ അടിപൊളിയാകും കേട്ടോ, കാരണം ഇത്ര ഈ കയറ്റം ഉണ്ടാവില്ല, അടിപൊളിയായിട്ട് വണ്ടി പോയിക്കോളും. നല്ല ഇറക്കമാണിത്.
നല്ലൊരു ഇറക്കം. അത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു കയറ്റം ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ 40 കിലോമീറ്റർ സ്പീഡേ പറ്റുള്ളൂ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ റെട്ടാർഡറിൻ്റെ മേലെ ഈ കളിക്കുന്ന മൊത്തം വണ്ടി കൊണ്ട് കേട്ടോ. സ്പീഡ് കൂടുമ്പോൾ റെട്ടാർഡർ വലിക്കും. പുതിയ വെൻസ് പോകുന്നുണ്ടോ, ഇറങ്ങി തുടങ്ങി കേട്ടോ വെൻസ്. അപ്പോൾ അത് പിടുത്തം ഒരു കൺട്രോൾ ആയിക്കുമ്പോൾ വീണ്ടും റിലീസാക്കും, വീണ്ടും വലിക്കും. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വലിക്കും കണ്ടമാനം സ്പീഡാകുമ്പോൾ. അത് കഴിഞ്ഞ് ഒന്നുകൂടി വലിച്ചു കഴിഞ്ഞാൽ ഗിയർ ഡൗണായി നല്ലവണ്ണം സ്ട്രോങ് ആയത് നിൽക്കും. മുമ്പിൽ കണ്ടോ വലിയ കയറ്റമാണ്, അതേപോലെ തന്നെ ഒരു കയറ്റം കേട്ടോ മുമ്പിൽ. റെട്ടാർഡർ ഒഴിവായി, റെട്ടാർഡർ ഇട്ടു. ബ്രേക്കിൽ കാലില്ല, വെക്കുന്ന പരിപാടിയില്ല. ഇപ്പം നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഷ് എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ ഇത് കണ്ടോ പരസ്യം. ഇതെന്താ ബോഷിൻ്റെ ബിൽഡിങ് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് റോഡിൻ്റെ മേലെ കൂടെയാണ് ഈ പോകുന്നത്. തൊട്ടപ്പുറം തന്നെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. എന്നാ വലിയ ഇതാന്ന് നോക്കിയത്, റോഡിൻ്റെ മേലെ കൂടെയാണ്. എന്നാ വീതിയുണ്ട് അതിൻ്റെ. ബിൽഡിംഗ് ആണോ അതോ റോഡാണോ ഒന്നും അറിയില്ല കേട്ടോ. അല്ല ബിൽഡിങ്ങാണ് കേട്ടോ, ബിൽഡിങ്ങാണ്. കാർ പാർക്കിംഗ് പോലെ എന്തെങ്കിലും ആയിരിക്കും. നമുക്കിനി ഒരു 23 കിലോമീറ്റർ ഉള്ളൂ പോകാൻ വേണ്ടി. ആ പാടെ ഏകദേശം എത്താനായി. ഭയങ്കര ലൈറ്റ് കേട്ടോ, കണ്ണടിച്ച് പോകുന്ന സൈസ് ലൈറ്റാ രാവിലെയൊക്കെ. ഇത് വിമാനമെല്ലാം കിടക്കുന്നത്, വിമാനം ഫ്ലൈറ്റെല്ലാം കിടക്കുന്നുണ്ടോ തൊട്ടപ്പുറേ. ചെറുതാട്ടോ, വലുതല്ല ചെറുത്. ഇതാ പ്രൈവറ്റ് ജെറ്റുകളൊക്കെ. കുറേ ഉണ്ട്, എല്ലാം പഴയതാണെന്ന് തോന്നുന്നു കേട്ടോ, ജാമാൻ്റെ കാലത്തെയാണ്. കുഞ്ഞു റോട്ടിൽ കയറി കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ എത്താനായി, ലൊക്കേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. കൃഷിസ്ഥലം മൊത്തം. ഒരു സ്ഥലം വെറുതെ കളയുന്നില്ല കേട്ടോ. പരമാവധി എല്ലാവരും കൃഷി ചെയ്യുന്ന പരിപാടിയാണിത്. ഇതുണ്ടോ, എന്താ മറ്റേ കടുകാന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ പറഞ്ഞായിരുന്നു പൂക്കൃഷിയാന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അതെന്നോട് വേറൊരാൾ പറഞ്ഞു തന്നു അത് കടുകിൻ്റെ കൃഷിയാണ്. മൊത്തം ഒരു ഉൾപ്രദേശമാണ് കേട്ടോ. ചെറിയ റോഡാണ്, യെല്ലോ കളർ റോഡ് കേട്ടോ, യെല്ലോ കളർ. അടിപൊളി സ്ഥലമാണ്. ഒരു സ്ഥലം ഇങ്ങനെ വൃത്തിയാക്കുന്ന ഇവരെ അംഗീകരിക്കണം കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളിയായിട്ടാണ് ഇവർ സ്ഥലങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഞാൻ അതിന് മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ മണ്ണ് കാണാൻ നല്ല രസമാണ്, കറുത്ത മണ്ണാണ്. പക്ഷെ ഇവിടെയുള്ള മണ്ണൊക്കെ ഒരു വെള്ള കളർ കേട്ടോ. അവിടെ എന്തെല്ലോ കൃഷി ചെയ്തിട്ടിരിക്കുന്ന കേട്ടോ. കൃഷിസ്ഥലം കാണാൻ നല്ല സ്റ്റൈലോ സ്ഥലം. ഇറക്കമാണ് കേട്ടോ, നല്ല ഇറക്കമാണ്. ഇറക്കത്തൊരു സിഗ്നലെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അടിപൊളി സ്ഥലം കേട്ടോ കാണാൻ. ഇത് ഈ ഇരിക്കുന്ന സാധനം ക്യാമറയാണ്. സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ ഒരു സിഗ്നലും ഉണ്ട് കേട്ടോ. വലത്തേക്ക് ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. റൈറ്റിലേക്ക് അലോഡല്ല എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട്. അടുത്ത ക്യാമറ ഇരിക്കുന്നു, ഫുള്ള് ക്യാമറ. 50 കിലോമീറ്റർ സ്പീഡാട്ടാ, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോമിനെ നോക്കി പോലാണ് മെയിനായിട്ട്. മറ്റപ്പാട് ബോട്ടിൻ്റെ ചിലപ്പോൾ പണി കിട്ടും. ഉണ്ടോ, ഫുള്ള് റഷായി. നല്ല സ്ഥലവും അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ മരം വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. വീടുകളും വന്നു തുടങ്ങി കേട്ടോ.
അതായത് നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. മുമ്പിലൊരു ട്രക്ക് ഉണ്ട്, അപ്പുറ സൈഡ് ട്രക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് വിഷയമില്ല, നമുക്ക് പേടിക്കണ്ട. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ചിലപ്പോൾ പേടിക്കും. കാരണം ഇതേപോലെ കാറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ വരും. സിഗ്നൽ ഇതൊരു പമ്പാട്ടോ, കുഞ്ഞി പമ്പ്. ചെറിയ റോഡാട്ടാ, ചെറിയ റോഡ്. അത്ര ശ്രദ്ധിച്ച് മാത്രം പോകാൻ പറ്റുള്ളൂ. കാരണം അപ്പുറം ഇപ്പുറം ഇട്ട് കളിച്ചാൽ തൊട്ട് മുമ്പിൽ കാറ്. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇപ്പുറം ഒരു കട്ടിങ്ങും ഉണ്ട്, അപ്പോൾ അതിൻ്റെ മേലെല്ലാം ചിലപ്പോൾ കയറിയ പണി കിട്ടും കേട്ടോ. കിലോമീറ്റർ 50 കിലോമീറ്റർ സ്പീഡ്, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിയാറുണ്ട്. ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റാണ് കേട്ടോ. ഇതൊക്കെയാണ്, നല്ലോണം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ നമുക്ക് വഴി തെറ്റിപ്പോവും. നേരെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടൗണിൻ്റെ ഉള്ളിലേക്കെല്ലാം പോയാൽ പെട്ടുപോകും കേട്ടോ. ഇതൊരു ചെറിയൊരു പുഴയാണ്. ഫുള്ള് സിഗ്നലിൻ്റെ കളിയാട്ടാ. സൗണ്ട് കുറയുന്നത് നോക്കണ്ട കേട്ടോ. ചെറിയ ചെറിയ പേടി ഉണ്ടാവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിച്ച് പറിച്ച് അതിൻ്റെ അകത്ത് കൂടെ പോവാം. സ്പീഡ് ലിമിറ്റ് ഉണ്ടോ എഴുതി വെച്ചിരിക്കുന്നത്? പഴയ വീടാ, ഇതൊക്കെ പഴയ വീടുകളാട്ടോ. അടുത്ത സിഗ്നൽ ഇവിടുന്നും ലെഫ്റ്റാ. നമ്മളീ പോകുന്ന റോഡൊന്നും ഒരു വലിയ പെടലുള്ള റോഡല്ല കേട്ടോ. ഇതിലും വലിയ ടൗൺ ഏരിയയിലെല്ലാം പോയി ഞാൻ പെട്ടിട്ടുണ്ട്. ടൗൺ എന്ന് പറഞ്ഞാൽ ഫുള്ള് ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് വണ്ടി ഒരു തരത്തിൽ പോലുമില്ല അങ്ങനത്തെ സ്ഥലത്ത്. നമുക്കിവിടെ 50 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. ബേക്കിൽ ലൈനുണ്ട്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ സ്പീഡ് ലിമിറ്റിലേ വണ്ടി പോകാൻ പാടുള്ളൂ. ആരും ശല്യമൊന്നും ചെയ്യില്ല കേട്ടോ. ഇനിയുണ്ട് ഒരുമാതിരി ഇതിനകത്ത് പെട്ട പോലെ, കൊടൽമാലേൻ്റെ ഉള്ളിൽ പെട്ട പോലെ പുറത്തിറങ്ങാൻ വേണ്ടി ഫുള്ള് സിഗ്നലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഫുള്ള് ഒരു ടൗൺ ഏരിയ തന്നെ കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. എല്ലായിടത്തും നല്ല അടിപൊളി സ്ഥലം. ഇത് ഒരു വൈകുന്നേരങ്ങളിലായിരിക്കണം വരണ്ട ഇതിൽ, എങ്കിൽ അടിപൊളിയായിരിക്കും സ്ഥലം. ലൈറ്റെല്ലാം കുറച്ച് കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. ഇതിനകത്ത് മിക്കവാറും ഇവിടെ വണ്ടിയും വെച്ചിരിക്കേണ്ടി വരും. അതേപോലത്തെ അവസ്ഥയാണ്. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് വണ്ടി ഉണ്ടാകും കേട്ടോ. അതുകൊണ്ടാണ് സ്ഥലമെല്ലാം കണ്ടോ, അടിപൊളി സ്ഥലങ്ങളാണ്. ഇവർ ഇതേപോലെ ബിൽഡ് ചെയ്ത് വെക്കുന്നതാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത്. രണ്ട് സ്ഥലത്തും മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് എന്ത് അടിപൊളിയായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സിഗ്നലുകളുടെ കളി. നമ്മൾ ഗ്രീൻ സിഗ്നലാണ്, നമ്മൾ പറക്കാൻ പറ്റൂല കേട്ടോ. ഒരു മയത്തിലേ പോകാൻ പാടുള്ളൂ. ഇതൊരു ജംഗ്ഷൻ, റെയിൽവേ ക്രോസിംഗ് ആണ്. റെയിൽവേൻ്റെ അതാക്കാം, റെയിൽവേൻ്റെ ലൈനായി പോകുന്നു. എത്രയോ സിഗ്നൽ എന്നുണ്ടോ, ഒരു രക്ഷയില്ല. ഇത് അതൊരു അടിപൊളി ഒരു കമ്പനി. അതേപോലത്തെ ഈ ടൗണിൻ്റെ ഉള്ളിലായിരിക്കും മിക്ക കമ്പനികളും, നമ്മളീ പോകേണ്ട കമ്പനികളൊക്കെ എല്ലായിടത്തും. ഔട്ടറിലുണ്ട്, എന്നാലും എങ്ങനെ കളിച്ചാലും ഒരു 50% ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇത് റൗണ്ട് പോട്ട്. അവിടുന്ന് ലെഫ്റ്റ്. അതിപ്പോ കൊണ്ട് താഴെ ഇടുവോ ഈ കറേറ്? പഴയ നമ്മുടെ 407 റെസിഡൻഷ്യൽ ഏരിയ. ആകപ്പാടെ 2.6 കിലോമീറ്റർ ഉള്ളൂ. ആ 2.6 കിലോമീറ്ററിനുള്ളിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. എന്തോ അടിപൊളി സ്ഥലമൊന്നുണ്ട്. ഇത് പട്ടി സ്നേഹം അവർക്ക് ഭയങ്കര കേട്ടോ. പട്ടി സ്നേഹം കിടില സ്ഥലം. ഇതൊക്കെ കാറുകളുടെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ.
straight ahead onto Neufenerstrasse. ഫുള്ള് സിഗ്നലാണ്. സിഗ്നൽ വിട്ടിട്ടുള്ള കളിയില്ലേ മാര്, ഫുള്ള് സിഗ്നൽ. അപ്പം നമ്മളിപ്പോൾ ഏകദേശം എത്താനായി കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ കടുകൃഷി എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതിതാണ് കേട്ടോ. അത് ഇതേപോലെ അല്ല, നല്ല മഞ്ഞ കളറാവും കേട്ടോ. അത് നമ്മളെ സ്പീഡ് അധികം 60 കിലോമീറ്റർ സ്പീഡാട്ടോ ഇവിടെ. അത് കൃഷിയല്ല കേട്ടോ, അതെന്താ സംഭവം എനിക്കറിയത്തില്ല. അത് കൃഷി ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. സൈക്കിൾ ട്രാക്ക് ഉണ്ട് ഇവിടെ. ഒരമ്മച്ചി നന്ന അമ്മച്ചി 80 വയസ്സൊക്കെ, 80 അല്ല 90 ആയിട്ടുണ്ടാവും. നമ്മുടെ ഏകദേശം ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സിഗ്നലിൻ്റെ ഏറ് കളിയാണ്. ജോഗിങ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഒരാള് ടൈം തീർന്നു. നമ്മുടെ ടാക്കോന്റെ ടൈം ഏകദേശം 1/4 മണിക്കൂറിലേക്ക് എത്തി. ഇപ്പം അതായി കാണിക്കുന്നത്. അയ്യോ ഇത് ലെഫ്റ്റാട്ടോ. അയ്യോ നമ്മളെത്തി. റാമ്പ് തന്നെ ആയിരിക്കും കേട്ടോ, ഏകദേശം റാമ്പ് തന്നെ ആ സാധ്യതയുണ്ട്. നമുക്ക് ചെറുങ്ങനെ നമ്മൾ മാപ്പ് നോക്കിയില്ല, അത് ചെറുങ്ങനെ ഒന്ന് ഇതായിരുന്നു. പക്ഷെ നമ്മൾ രക്ഷപ്പെട്ട് വന്നു എന്താ ഭാഗ്യത്തിന്. ഇവിടെ എവിടെയാണ് എവിടെയാണ് ദൈവമേ, കഴിഞ്ഞ ദിവസത്തെ പോലെ പോയി പെടുവോന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മളിപ്പോ പോയി സ്ഥലമെല്ലാം തപ്പിപ്പിടിച്ച് വന്നു. ഇനിയിപ്പം വണ്ടി ബാക്കോട്ട് പോയിട്ട് വേണം വരാൻ വേണ്ടി കേട്ടോ. കുറച്ച് പ്രശ്നമുണ്ട്, സ്ഥലം ഗുണമില്ലാത്ത സ്ഥലം ഇത്. അതിൻ്റെ ഉള്ളിലേക്കാണ് കാരണം നമുക്ക് കുറച്ച് റിവേഴ്സ് പോയിട്ട് ഉള്ളിലേക്ക് കയറാനുണ്ട് കേട്ടോ. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറൂല വണ്ടി, അതാ പ്രശ്നം. ാണ് കാറും വന്ന് ആപ്പാടെ ബ്ലോക്ക് ആവില്ല. അതേപോലെ ഇങ്ങനെയുള്ള ആളുകൾ എന്താ പോണെന്ന് വെച്ചാൽ സഹകരിക്കും. അതിൻ്റെയൊക്കെ മാട്ടേൻ്റെ മേലക്കൂടെ ഒക്കെ എടുത്തിട്ടാ പോകുന്ന വണ്ടി. അതിൻ്റെ ഉള്ളിലേക്ക് കയറണ്ട കേട്ടോ. നമ്മൾ കുറച്ച് ബാക്കോട്ട് വന്നിട്ട് നോക്കണം, എന്നിട്ട് വേണം കയറ്റാൻ. ഇല്ല പിന്നെ സൈഡിൽ എന്തെങ്കിലും കല്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കയറി അടിച്ചു കഴിഞ്ഞാൽ ടയർ ചിലപ്പോൾ പൊട്ടും. കിൻപിന്നാട്ടാ. എവിടെയാണെന്ന് നോക്കണം. ഇനിയിപ്പോൾ പോയിട്ട് നോക്കണം. ഓഫീസ് ഇത് ചെറിയ മൂട്ട സ്ഥലം കേട്ടാ. എന്ത് ലൊക്കേഷൻ ഇത്. സ്ഥലം നല്ല റിസ്ക് സ്ഥലം കേട്ടോ.
ചെറിയ റിസ്ക് അല്ല, നല്ല റിസ്ക്. അത്രയും ചെറിയ റാമ്പാ, മുട്ടിയിലാ പറഞ്ഞത് റാമ്പ്. No, ram. Thirteen. Okay. തിരിക്കാൻ വേണ്ടി വെച്ചോർത്താ, നമുക്ക് ഡോറൊക്കെ തുറക്കാണ്ട് കേട്ടോ. ഒരു വല്ലാത്തൊരു സൗണ്ട് തന്നെ അപ്പൊ പറയാണ്ടിരിക്കാൻ കഴിയില്ല.
എന്താ മോനെ നിനക്ക് ഓക്കെ 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 ഓക്കെ. അതായത് ഈ സൈഡിൽ കൂടെ പോലും ഇറങ്ങാൻ പറ്റൂല, അങ്ങനത്തെ ഒരു ഒലക്കല സ്ഥലം. ശരി, അപ്പുറത്ത് ഇറങ്ങി പോണം. ഇങ്ങനെ റാമ്പുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറാൻ പറ്റാത്ത റാമ്പ്, വല്ലാത്ത റാമ്പ് തന്നെ കേട്ടോ. ഇതേപോലത്തെ റാമ്പിലൊന്നും ഞാൻ ഇതുവരെ കൊണ്ടുവച്ചിട്ടില്ല. മടുത്ത് നാശക്കോലായി കേട്ടാ. വല്ലാത്തൊരു സ്ഥലം തന്നെ ഇപ്പൊ, പറയാണ്ടിരിക്കാൻ കഴിയില്ല. മടുത്തുപോയി. ലോഡ് ഇറക്കാൻ വന്നിട്ട് ഏകദേശം ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടായി പോയി കേട്ടോ. കുഴപ്പമില്ല, വണ്ടി വെക്കാൻ വേണ്ടി ഒട്ടും സ്ഥലമില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഫുഡ് അടിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു മുട്ട വെച്ചിട്ട് ഓംലെറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. നമ്മുടെ നാട്ടിലെ പോലത്തെ ചപ്പാത്തി കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു ഓംലെറ്റും വെച്ചിട്ട് കഴിക്കുക. വിശന്ന് പണ്ടാരം അടങ്ങി. സമയം ഇപ്പോൾ 11 മണിയെങ്ങാണ്ടായി കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പെടും, ചെറുതായിട്ട് പെടും കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. നമ്മളിവിടെ വെച്ച് ചെറുങ്ങനെ ഉണ്ടാക്കി കഴിച്ചു. ചപ്പാത്തി ഇതാണ്. അങ്ങനെ നമ്മൾ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു കേട്ടാ. മടുത്ത് വശം കിട്ടുമെന്ന് പറഞ്ഞാൽ മതി ശരിക്കും. ലോഡൊക്കെ ഇറക്കി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അത് 160 കിലോമീറ്റർ കേട്ടോ ഇവിടുന്ന്. ഇതാണ് ഈ കാരവൻ ഉണ്ടോ. അത് ഈ കാറിൻ്റെ ബേക്ക് കെട്ടി വലിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ കൊണ്ടു കേട്ടോ നമ്മുടെ കൂടെ. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്മൾ വീഡിയോ ഒക്കെ അടിപൊളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടെ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരണം കേട്ടോ. എന്നാലും നമുക്കത് എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ മാറ്റാൻ ശ്രമിക്കാം. മാറ്റങ്ങൾ വരും ഉറപ്പായിട്ടും, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ഓക്കെ.